കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉദയം ചെയ്യുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. പാലക്കാട് നിന്നുള്ള CPM-ന്റെ ചില വിമത നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത്. മുൻ MLA ഷൊർണൂർ MLA നിലവിൽ KTDC ചെയർമാനായ PK ശശി ഉൾപ്പെടെയുള്ളവരുടെ അനുഗ്രഹ ആശീർവാദം ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിക്കുണ്ടെന്നും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് പുതിയ പാർട്ടിയുടെ പേര് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി, ഇതാണ് ഈ പാർട്ടിയുടെ പേര്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലടക്കം CPM-ന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുക, കനത്ത തലവേദന തീർക്കുക എന്ന് തന്നെയാണ് ഈ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. PK ശശി ഉൾപ്പെടെയുള്ളവർ ഈ പാർട്ടിയിലേക്ക് കൂടുമാറുമോ? എന്താണ് ഈ പാർട്ടിയുടെ നീക്കം? CPM-ന് ഏത് തരത്തിലാണ് ഇത് തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത്? ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണിക്ക് കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളലുകൾ തീർക്കാൻ കഴിയുമോ? വിശദമായി പരിശോധിക്കാം. അതായത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ മുതിർന്ന നേതാവ് PK ശശി ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് ഇതിൽ പറഞ്ഞു കേൾക്കുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി, ഇതാണ് ഈ പാർട്ടിയുടെ പേര്. PK ശശിയും പുതിയ പാർട്ടിയിലേക്ക് എന്നാണ് ലഭ്യമാകുന്ന വിവരം. CPIM വിമതർ ചേർന്നാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. നേരത്തെ ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ഇത്തരത്തിൽ CPM-ന്റെ പാർട്ടിക്കകത്ത് കലാപങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ CPM-നെ വിമർശിച്ച് പുറത്തു വന്ന പല ആളുകൾ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുണ്ട്. MB രാഘവന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന CMP, അതോടൊപ്പം തന്നെ KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന JSS, TP ചന്ദ്രശേഖരന്റെ RMP ഉൾപ്പെടെ VB ചെറിയാന്റെ MCPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ CPM-നോട് കലഹിച്ച് അതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നീട് JSS-നും CMP-ക്കുമൊന്നും അതിന്റെ പ്രതാപം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് ശിഥിലമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയം കണ്ടു. ഇപ്പോഴും പേരിന് വടകര താലൂക്കിന്റെ ചില പ്രദേശങ്ങളിൽ ഒഞ്ചിയത്തും വടകരയിലും മണിയൂരിലും അടക്കം പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് RMP-ക്ക് മാത്രമാണ്. അത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴാണ് PK ശശിയുടെ നേതൃത്വത്തിൽ പാലക്കാട്ടെ വിമത നേതാക്കന്മാർ പാലക്കാട് അട്ടപ്പാടിയിലും കൊഴിഞ്ഞാമ്പാറയിലും മണ്ണാർക്കാടും അടക്കം പാർട്ടിക്കകത്ത് വലിയ വിമത പ്രവർത്തനം നടക്കുന്നുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് അടക്കം നേരെ അടക്കം വലിയ വിമർശനം ഈ പാർട്ടി വിമതർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ CPM വിമതർ രൂപീകരിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഏത് തരത്തിലുള്ള പ്രസക്തിയാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത്? ഒരു തെരഞ്ഞെടുപ്പ് വരാൻ, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ പുതിയ ഒരു പാർട്ടി അത് ഏത് മുന്നണിയിൽ നിന്ന് വിട്ടുപോയി രൂപീകരിച്ചാലും അത് ആ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PK ശശി ഒരു പാർട്ടിയുമായി പോകുമ്പോൾ ആരൊക്കെ ആ പാർട്ടിയിൽ ഒപ്പം ചേരും എന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് പേരെ CPM-ന്റെ പാളയത്തിൽ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് PK ശശിയുടെ വിജയമാണ്, CPM-ന്റെ പരാജയമാണ്. അല്ലെങ്കിൽ CPM-ന് അടിതെറ്റുക തന്നെ ചെയ്യും. ഇനി ഒരു പുതിയ പാർട്ടിയുമായി പോയാൽ, ചേട്ടൻ പറഞ്ഞ പോലെ CMB അടക്കമുള്ള പാർട്ടികൾ ഇന്ന് വലിയ സ്വാധീനമില്ലെങ്കിലും അവർ MV രാഘവൻ CMB-യുമായി മാറുമ്പോൾ, അല്ലെങ്കിൽ CMB എന്ന് പറഞ്ഞ പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ അതിന് വലിയ ആധിപത്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് ഇല്ലാതാകുന്നത്. അതുപോലെ ഒരു ആധിപത്യം പുതിയ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് CPM-ന് തിരിച്ചടിയാകും, CPM-നെ തകർച്ചയിലേക്ക് എത്തിക്കും. ഇപ്പൊ ഈ പറയുന്ന പോലെ CPM-ന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ CPM-ന്റെ അകത്ത് പടലപ്പിണക്കങ്ങൾ വലിയ ശക്തമാണ്. അത് തെരഞ്ഞെടുപ്പിന് മുൻപേ ഒന്നുകൂടി പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കാകും ഇത്തരം പാർട്ടികൾ, അല്ലെങ്കിൽ CPM-ൽ നിന്ന് മാറി പുതിയ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടാൽ ഉണ്ടാവുക. അതല്ല, ഇനി ഒരു ഒത്തുതീർപ്പെന്ന നിലയ്ക്ക് PK ശശി പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ CPM-ന് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. PK ശശി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളെല്ലാം CPM അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. ആ സാധ്യത നിലനിൽക്കാത്ത പക്ഷം പുതിയ പാർട്ടിയുമായി പോയാൽ തെരഞ്ഞെടുപ്പിൽ CPM-ന് അത് വലിയ തിരിച്ചടിയാവുക തന്നെ ചെയ്യും. പാലക്കാട് പോലെയുള്ള ഒരു പ്രദേശത്ത് PK ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ നേരത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. PK ശശിക്കെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ PK ശശിയെ കോൺഗ്രസ് ഒപ്പം കൂടുകയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഴുങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം പാർട്ടിക്കകത്തെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണം ശശിക്കെതിരെ ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശശിയെ ആക്രമിച്ചത്. പക്ഷേ വീണ്ടും ആ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ശശിയെ സ്വന്തം പാളയത്തിലേക്ക് കോൺഗ്രസ് ക്ഷണിച്ചാൽ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. അത് കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ? ഇപ്പോ ഒരു ഉദാഹരണം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ CPM പിന്തുണച്ചാൽ ഇത്രയും നാൾ CPM പറഞ്ഞതെല്ലാം കള്ളമാകും എന്ന തലത്തിലേക്ക് മാറും. അതേ കാര്യം
അതേ മണ്ടത്തരം കോൺഗ്രസ് ചെയ്യും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസിന് അനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇഞ്ചോട് ഇഞ്ചാണെങ്കിൽ പോലും കോൺഗ്രസിന് തന്നെയാണ് ഒരു എഡ്ജ് കൂടുതലുള്ളത്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, JSSഉം CMP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് UDFിനോടൊപ്പം വന്നിട്ട് മാത്രമാണ് അവരുടെ ശക്തി തെളിയിക്കാൻ കഴിയുന്നത്. ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ അന്ന് MP രാഘവന്റെ CMP. പക്ഷേ MP രാഘവന്റെ പേരിൽ അന്നുണ്ടായിരുന്ന ആരോപണം സ്ത്രീ അല്ല, വിഷയമായിരുന്നില്ല. ഞാൻ പറയുന്നത് അവിടെ കോൺഗ്രസിനോടൊപ്പം ചേർന്നതിന് മാത്രം UDFിനോടൊപ്പം ചേർന്നുകൊണ്ട് മാത്രമാണ് JSSനും CMPക്കും അതോടൊപ്പം തന്നെ RMP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് MLA-മാരെ ജയിപ്പിച്ചു. പക്ഷേ ഇത് UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിന്റെ പിന്തുണയില്ലാതെ ഈ വിമതർക്കൊന്നും യാതൊരു ശക്തി തെളിയിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി CPM ആണ്. CPMന് വളരെ കൃത്യമായി അറിയാം എങ്ങനെ തങ്ങളുടെ എതിരാളികളുടെ, അതായത് തങ്ങളുടെ പാളയത്തിൽ നിന്ന് പോകുന്ന ആളുകളെ എങ്ങനെ ഒതുക്കണമെന്ന് വളരെ കൃത്യമായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ പ്രായോഗികമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് CPM എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് PK ശശിയെ പോലെ ഒരാളിനെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അത് എത്രത്തോളം വിജയത്തിലേക്ക് പോകുമെന്ന കാര്യം ചർച്ചയാവേണ്ടത്. അതോടൊപ്പം തന്നെ ഈ PK ശശിയുടെ വിട്ടുപോകൽ മണ്ണാർക്കാട് CPMന് ചെറിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നിലവിൽ മണ്ണാർക്കാട് UDFിന്റെ കൈവശമുള്ള മണ്ഡലമാണ്. നിലവിൽ മാത്രമല്ല, നിരന്തരമായി UDFിന്റെ ശംസുദ്ദീൻ ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. UDFിന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള, മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ശക്തമായ സംഘടനാ സംവിധാനമുള്ള മണ്ണാണ് മണ്ണാർക്കാടിന്റെ മണ്ണ്. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട്ട് ശശിക്ക് വലിയ സ്വാധീനം സൃഷ്ടിച്ചാലും ഇല്ലെങ്കിലും അവിടെ UDFിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ PK ശശിക്ക് മറ്റെവിടെയെങ്കിലും ഷൊർണൂർ പോലെയുള്ള CPMന് വ്യക്തമായ ആധിപത്യമുള്ള ഷൊർണൂരിലോ ഒറ്റപ്പാലത്തോ എങ്ങാൻ വലിയ ഒരു തിരിച്ചടി CPMന് നൽകാൻ കഴിഞ്ഞാൽ മാത്രമേ PK ശശിക്ക് തന്റെ രാഷ്ട്രീയം, താൻ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങൾ, താൻ കാണിച്ച രാഷ്ട്രീയം ശരിയാണെന്ന് തെളിയിക്കാൻ സാധിക്കൂ. അപ്പൊ മറുവശത്ത് മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, PK ശശിയെ UDF ഒപ്പം കൂട്ടിയാൽ അത് UDFിന് നെഗറ്റീവ് ആകില്ല? തീർച്ചയായും UDF PK ശശി ഒപ്പം ചേർത്താൽ അത് ആത്മഹത്യാപരമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു സ്ത്രീ വിഷയത്തിൽ ഇത്രത്തോളം ഗുരുതരമായ ആരോപണം ഉന്നയിച്ച കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ അടക്കം പ്രതിരോധിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന PK ശശിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. താരതമ്യം ചെയ്യുകയാണ്. അവിടെ ശശിയെ ഏതെങ്കിലും തരത്തിൽ പിന്തുണച്ചാൽ കോൺഗ്രസ് അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് പോകില്ല. അവിടെ RMP രൂപീകരിച്ച സമയത്ത് RMP TP ചന്ദ്രശേഖരനും N വേണു അടക്കമുള്ള ആളുകൾ ഒഞ്ചിയത്ത് RMP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു: BJPയോടും കോൺഗ്രസിനോടും ഞങ്ങൾ കൂട്ടുചേരില്ല, ഇവർ രണ്ടും ഞങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണ്, തങ്ങൾ ഇടതുപക്ഷ ബദലായി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു RMPയുടെ രൂപീകരണം ഉണ്ടായത്. പിന്നീട് TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ടാണ് അവർ കോൺഗ്രസുമായി അടുക്കുന്നത്. പിന്നീട് വടകര നിയമസഭാ മണ്ഡലത്തിൽ കാലാകാലങ്ങളായി ഇടതുമുന്നണി മാത്രം ജയിച്ചു വന്നിരുന്ന, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ജനതാദൾ മാത്രം ജയിച്ചു വന്നിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു ഈറ്റില്ലമാണ് വടകര. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായ സ്വാധീനമുള്ള, എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായ വോട്ട് ബാങ്കുള്ള സ്വാധീനമുള്ള വടകര അവരുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രദേശമാണ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ. അവിടെ കോൺഗ്രസ് ഒരു പരീക്ഷണത്തിന് മുതിരുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കാത്ത സാഹചര്യത്തിലാണ് RMP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK രമയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകുന്നു. രമ അവിടെ ജയിച്ചു വരുന്നത്. അത്തരമൊരു സാഹചര്യം ഇവിടെ, അത്തരത്തിൽ രമയെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് കൊടുത്ത പിന്തുണ എങ്ങനെ ശശിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് പൊതുസമൂഹം ചോദിച്ചാൽ ഒരു പക്ഷേ അതിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ വേർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ കോൺഗ്രസ് ഒപ്പം കൂട്ടിയാൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അവരുടെ കാപട്യമായിരുന്നു. തീർച്ചയായും അതുകൊണ്ട് തന്നെ ശശിയെ പോലുള്ള ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസ് കൂട്ടുകൂട്ടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ, അതായത് മണ്ണാർക്കാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ UDF ജയിച്ച മണ്ഡലമാണെങ്കിൽ പോലും മണ്ണാർക്കാട് CPMനെ ക്ഷീണിപ്പിക്കാനുള്ള കരുത്ത് ഇപ്പോഴും PK ശശിക്കുണ്ട്. പക്ഷേ തൊട്ടപ്പുറവും ഇപ്പുറമുള്ള ഒറ്റപ്പാലത്തും ഷൊർണൂരിലും ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശശിക്ക് കഴിഞ്ഞാൽ അത് PK ശശിയുടെ വിജയമായിരിക്കും, CPMനുള്ള തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് PK ശശിയും CPMും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്യുകയാണെങ്കിൽ ഷൊർണൂരിലും ഒറ്റപ്പാലത്തും അടക്കം അത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് CPMുള്ള തിരിച്ചടിയായി മാറുമെന്ന് ശശിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ ശശി ഇത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോയാൽ അത് കൊഴിഞ്ഞമ്പാറയിലും വട്ടപ്പാടിയിലും അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ CPMന്റെ അകത്തെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഇവരെയെല്ലാം സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ശശിക്ക് രാഷ്ട്രീയപരമായ ഒരു വിജയമായിരിക്കും. പക്ഷേ രാഷ്ട്രീയപരമായ വിജയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിപ്പിക്കണമെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടാൽ ആ രൂപം കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് അവർ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം ഈ തരത്തിലാവും. ആ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ.